HSA നാച്ചുറൽ സയൻസ്, അതിൽ പാർട്ട് ബി അനിമൽ ഡൈവേഴ്സിറ്റി, അതിൽ നമ്മൾ എൻഡമീബ വിറ്റേക്കേഴ്സ് ഫൈക്കിൻഡം ക്ലാസിഫിക്കേഷൻ, കിങ്ഡം പ്രോട്ടിസ്റ്റ, അതിൽ പിന്നെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, അവിടം വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇനി അടുത്തത് ട്രിപ്പനോസോമ ഗാംബിയൻസ് ആണ്. ഓർക്കുക, അതും പ്രോട്ടിസ്റ്റയാണ്. പ്രോട്ടോസോവൻ പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ്. നമ്മൾ സൂഫ്ലാജെല്ലേറ്റ്സ് അല്ലെങ്കിൽ ഫ്ലജെല്ലേറ്റ് പ്രോട്ടോസോമിൽ വരുന്നതാണ് ട്രിപ്പനോസോമ. അപ്പോൾ ട്രിപ്പനോസോമ ഗാംബിയൻസ് മൊത്തം പേരതാണ്. ട്രിപ്പനോസോമ ഗാംബിയൻസ്. ട്രിപ്പനോസോമ ഗാംബിയൻസ് കണ്ടെത്തിയത് ഡിസ്കവേർഡ് ട്രിപ്പനോസോമ ഇൻ ബ്ലഡ് 4th day ആണ്. 4th day ഓർക്കുക. 4th day ഡിസ്കവേർഡ് ട്രിപ്പനോസോമ ഇൻ ബ്ലഡ് ഓർക്കണം. അതേപോലെ ബ്രൂസ്, ഇതിൻ്റെ ഒരു വെക്ടറുണ്ട്. ട്രിപ്പനോസോമ ഗാംബിയൻസ് ഉണ്ടാക്കുന്ന രോഗമാണ് സ്ലീപ്പിംഗ് സിക്നസ്. ഇത് പരത്തുന്ന ഒരു വെക്ടറുണ്ട്. ആ വെക്ടറാണ് CC ഫ്ലൈ. ഓർക്കുക, CC ഫ്ലൈ ആണ്. ഈ CC ഫ്ലൈ ട്രാൻസ്മിറ്റ് ട്രിപ്പനോസോമ എന്ന് കണ്ടെത്തിയത് ബ്രൂസാണ്. അപ്പോൾ ട്രിപ്പനോസോമ ഗാംബിയൻസ് അത് കണ്ടെത്തിയത് ബ്ലഡിൽ ട്രിപ്പനോസോമ കണ്ടെത്തിയത് 4th day ആണ്. ഇനി ഇത് പരത്തുന്ന വെക്ടറാണ് CC ഫ്ലൈ. ആ CC ഫ്ലൈ അത് പരത്തുന്നു എന്ന് കണ്ടെത്തിയത് ബ്രൂസാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രിപ്പനോസോമ ഗാംബിയൻസ്? ഇറ്റ് ഈസ് എൻഡോപാരസൈറ്റ്. യു നോ വാട്ട് ഈസ് എൻഡോപാരസൈറ്റ്? എൻഡോ മീൻസ് ഇൻസൈഡ്, പാരസൈറ്റ് മീൻ പരാതം. അപ്പോൾ നമ്മുടെ ബോഡിക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഒരു പാരസൈറ്റ് ആണ് ട്രിപ്പനോസോമ. ആൻഡ് ആൾസോ ഇൻട്രാ സെല്ലുലാർ. ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ്. ഇൻ്ററും ഉണ്ട്, ഇൻട്രാ സെല്ലുലാറും ഉണ്ട്. അതെന്താണ് അറിയാം. ഇൻട്രാ മീൻസ് ഇൻസൈഡ് എന്നാണ്. സെല്ലിനുള്ളിലാണെങ്കിൽ അത് ഇൻട്രാ സെല്ലുലാർ, സെല്ലിനിടയിലാണെങ്കിൽ അത് ഇൻ്റർ സെല്ലുലാർ ആണ്. ഓർക്കുക. അപ്പോൾ ഇത് രണ്ട് സെല്ലുകളാണെങ്കിൽ, സെല്ലുകൾക്കിടയിലാണെങ്കിൽ അതിനെ നമ്മൾ ഇൻ്റർ സെല്ലുലാർ എന്നേ പറയും, ഇൻ്റർ. ഇനി ഈ സെല്ലിനുള്ളിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ സെല്ലുലാർ. ഇൻട്രാ മീൻസ് ഇൻസൈഡ് എന്നാണ്. ഇനി ട്രിപ്പനോസോമ എവിടെയാണ് കാണപ്പെടുക? ഒക്കറൻസ്. വേർ ദേ ഫൗണ്ട്? ഒക്കറൻസ്. നേരത്തെ പറഞ്ഞു ഇത് പാരസൈറ്റ് ആണ്. അപ്പോൾ ഇത് മറ്റ് ജീവികളിലാണ് കാണപ്പെടുക. നോർമലി ദേ ആർ ഫൗണ്ട് ഇൻ ബ്ലഡ് പ്ലാസ്മ ഓഫ് മാൻ. ബ്ലഡ് പ്ലാസ്മ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, നമുക്കറിയാം. അതിലെ ലിക്വിഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ. ഓർക്കണം, ആ ലിക്വിഡ് പോർഷനിലാണ് സാധാരണ ഇത് കാണപ്പെടുക. ആൻഡ് ആൾസോ ലിംഫ്. ലിംഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് ലിംഫ്. അല്ലെങ്കിൽ അതിനെ ലസികാദ്രവമെന്നോ ടിഷ്യൂ ഫ്ലൂയിഡെന്നോ അല്ലെങ്കിൽ ഇൻ്റർ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നൊക്കെ വിളിക്കും, ലിംഫ്. ആൻഡ് ആൾസോ ഇപ്പോൾ മനുഷ്യനിലെ ബ്ലഡ് പ്ലാസ്മയിലും ലിംഫിലും കാണപ്പെടാം. അതോടൊപ്പം തന്നെ ടിഷ്യൂസ് ഓഫ് കാറ്റിൽ, കാറ്റിൽസ്, ഹോഴ്സസ്, കാറ്റ്സ്, ഡോഗ്സ്, മങ്കീസ് എക്സെട്ര. അപ്പോൾ ഇവയുടെ എല്ലാം ടിഷ്യൂസ് മീൻസ് കലകൾ. കാറ്റിൽസ്, ഹോഴ്സസ്, കാറ്റ്സ്, ഡോഗ്സ്, മങ്കീസ് ഇവയുടെ എല്ലാം ടിഷ്യൂസിലും ഇത് കാണപ്പെടാം. ഞാൻ പറഞ്ഞു ഇതിന് പരത്തുന്ന വെക്ടറാണ് വെക്ടർ CC ഫ്ലൈ, അല്ലെങ്കിൽ എൻ്റെ സുവോളജിക്കൽ നെയിമാണ് ഗ്ലോസീന പാൽപാലിസ്. ഗ്ലോസീന പാൽപാലിസ് ഇതിൻ്റെ പേരാണ് CC ഫ്ലൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒക്കറൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ മോർഫോളജിയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഒരു കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ്.
പ്രോട്ടിസ്റ്റയിൽ പ്രോട്ടോസോവൻ പ്രോട്ടിസ്റ്റ് ഉണ്ട്, അതിൽ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് അല്ലെങ്കിൽ സൂഫ്ലജല്ലേറ്റ്സ്, അതിൽ വരുന്നതാണ് ട്രിപ്പനോസോമ. അപ്പോൾ ഇത് യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആണ്. അപ്പോൾ ഈ ദ സെൽ ഈസ് കവേർഡ് ബൈ എ മെമ്പറൈൻ. സെൽ വാളല്ല, അതിനെ എന്താ പറയുക, പെല്ലിക്കിൾ എന്നാണ്, ഓർക്കുക. ഇനി ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ തിന്നാണ്, ഫ്ലാറ്റൻഡ് ആണ്, ലീഫ് ലൈക്ക് ഓർ സ്പിൻഡിൽ ലൈക്കാണ്. ലീഫ് ലൈക്ക് ഓർ സ്പിൻഡിൽ മീൻസ് രണ്ടെൻഡും പോയിൻറ്റഡ്, അതാണ് സ്പിൻഡിൽ. ഇനി ബോഡി ഈസ് കവേർഡ് ബൈ പെല്ലിക്കിൾ. ഇൻസൈഡ് ദ പെല്ലിക്കിൾ ദെയർ ഈസ് സൈറ്റോപ്ലാസം. Cytoplasm contain outer ectoplasm and inner endoplasm. Okay. Here contractile vacuoles are absent. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ഫ്ലജെല്ലം ഉണ്ട്, സിംഗിൾ ഫ്ലജെല്ലം. ഫ്ലജെല്ലം arises from a structure called basal granule. ഓർക്കുക, this is basal granule or blepharoblast. This single flagellum arises and also forming and also connected with a membrane called undulating membrane. ഈ ഫ്ലജെല്ലം ഒരു അണ്ടുലേറ്റിംഗ് മെംബ്രെയിനായി കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ഫ്ലജെല്ലം, അണ്ടുലേറ്റിംഗ് മെംബ്രെയിനുമായി അറ്റാച്ച് ചെയ്യുന്ന ഫ്ലജെല്ലമാണിത്. പക്ഷേ അതിൻ്റെ ആൻറ്റീരിയർ മുന്നറ്റത്ത് വരുമ്പോഴത്തേക്ക് അത് ഫ്രീ ആകും. അപ്പോൾ ഇത് ഫ്രീ ഫ്ലജെല്ലം, ഇത് അറ്റാച്ച്ഡ് ഫ്ലജെല്ലം. ഓക്കെ, എന്താണ് ഈ അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ? ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ. അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എക്സ്പാൻഷൻ ഓഫ് പെല്ലിക്കിളാണ്. ഓർക്കുക, അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എക്സ്പാൻഷൻ ഓഫ് പെല്ലിക്കിൾ. പെല്ലിക്കിളിൻ്റെ ലാറ്ററൽ എക്സ്പാൻഷനായിട്ട് വരുന്നതാണ് അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ. ഇനി ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഹെൽപ്പ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ലോക്കോമോട്ടറി ഓർഗാൻ എന്ന് പറഞ്ഞാൽ ഫ്ലജെല്ലയാണ്. ആ ഫ്ലജെല്ലയോടൊപ്പം തന്നെ ഈ അണ്ടുലേറ്റിംഗ് മെംബ്രെയിനും ഇത് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ബ്ലഡ് പ്ലാസ്മയിലൊക്കെയാണ്, അപ്പോൾ അതിനെ വിഗറസായി മൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സിംഗിൾ ഫ്ലജെല്ല. ഇനി ഇത് നിയർ ദ ബേസൽ ഗ്രാന്യൂൾ ദർ ഇസ് അനദർ സ്ട്രക്ചർ കാൾഡ് കൈനറ്റോപ്ലാസ്റ്റ് ഓർ പാരാബേസൽ ബോഡി. കൈനറ്റോപ്ലാസ്റ്റ് ലൈസ് നിയർ ദ ബേസൽ ഗ്രാന്യൂൾ എന്നാണ്. ഇനി എന്താണ് ഈ കൈനറ്റോപ്ലാസ്റ്റ്? കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക്, ഓർക്കണം, നെറ്റ്വർക്ക് ഓഫ് സർക്കുലാർ DNA ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ KDNA എന്ന് വിളിക്കാം. ഫൗണ്ട് ഇൻ ലാർജ് മൈറ്റോകോൺഡ്രിയ. ഇതിനകത്ത് ഇവിടെ എല്ലായിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഈ പോസ്റ്റീരിയർ എൻഡിനോട് നിയർ അല്ലെങ്കിൽ ബേസൽ ഗ്രാന്യൂളിൽ സൈഡിലായി കാണപ്പെടുന്ന ലാർജ് മൈറ്റോകോൺഡ്രിയോൺ ഉണ്ടാകാം. ആ ലാർജ് മൈറ്റോകോൺഡ്രിയോണുള്ള നെറ്റ്വർക്ക് ഓഫ് സർക്കുലാർ DNA ആണ് നമ്മൾ ബ്ലിഫറോബ്ലാസ്റ്റ് എന്ന് പറയാം. ബ്ലിഫറോബ്ലാസ്റ്റ് അല്ല, കൈനറ്റോബ്ലാസ്റ്റ്. കൈനറ്റോബ്ലാസ്റ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് സർക്കുലാർ DNA ഓർ KDNA found in large mitochondrion. Found in large mitochondrion. അപ്പോൾ മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയോൺ സിംഗുലർ, മൈറ്റോകോൺട്രിയ പ്ലൂറൽ. അപ്പോൾ മൈറ്റോകോൺട്രിയോൺ സെൽ ഓർഗനലാണ്, ഇത് യൂകാരിയോട്ടാണ്. അപ്പോൾ അതിനകത്തുള്ള നെറ്റ്വർക്ക് ഓഫ് സർക്കുലാർ DNA ആണ് കൈനറ്റോപ്ലാസ്റ്റ്. അപ്പോൾ DNA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ജനറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റേതായ ഫങ്ഷൻ കൈനറ്റോപ്ലാസ്റ്റിനും ഉണ്ടാകാം. അപ്പോൾ ദിസ് ഈസ് ദ മോർഫോളജി അല്ലെങ്കിൽ സെൽ സ്ട്രക്ചർ ഓഫ് ട്രിപ്പനോസോമ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു, തിന്നാണ്, ലീഫ് ലൈക്കാണ്, അല്ലെങ്കിൽ സ്പിൻഡിൽ ഷേപ്പാണ്. ഇനി ഇതിന് ന്യൂക്ലിയസ് ഉണ്ട്, ഓർക്കുക. സെൻട്രലി വി ക്യാൻ ഫൗണ്ട് എ ലാർജ് ന്യൂക്ലിയസ്. ഇനി ആ ന്യൂക്ലിയസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗമുണ്ട്, അതാണ് ഏതാ, ന്യൂക്ലിയോളസ് അല്ലെങ്കിൽ ക്ലിയർ ന്യൂക്ലിയോളസ് അല്ലെങ്കിൽ എൻഡോസോം, മർമ്മകം എന്നും പറയും. അപ്പോൾ വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിൽ വ്യക്തമായ ന്യൂക്ലിയോളസ് അല്ലെങ്കിൽ എൻഡോസോമുണ്ട്. അപ്പോൾ ദിസ് ഈസ് ദ ആൻഡ് ആൾസോ റിസർവ് ഫുഡ്. ഓർക്കുക, ഇതിനകത്ത് സൈറ്റോപ്ലാസത്തിനകത്ത് സമൃദ്ധ ആഹാരമുണ്ട്. ആ റിസർവ് ഫുഡിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റൈൽ ഓളിറ്റിൻ ഗ്രാന്യൂൾസ്. ഓർക്കുക, റിഫ്രാക്റ്റൈൽ ഓളിറ്റിൻ ഗ്രാന്യൂൾസ്. അത് റിസർവ് ഫുഡാണ്, സമൃദ്ധ ആഹാരമാണ്. അപ്പോൾ ദിസ് ഈസ് ദ മോർഫോളജി ഓഫ് ട്രിപ്പനോസോമ.
ഇനി അടുത്തത് അതിൻ്റെ ലൈഫ് സൈക്കിളാണ്. ഓർക്കാം, അതിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലൈഫ് ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിന് ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. കാരണം ഒന്ന് മാൻ ആണ്, മറ്റൊന്ന് ഒരു വെക്ടറുണ്ട്. ആ വെക്ടറാണ് നമ്മൾ പറഞ്ഞു CC ഫ്ലൈ. അപ്പോൾ 2 ഹോസ്റ്റ് ആണ്, അത് ആദ്യമേ പറഞ്ഞു. നമ്മൾ എൻഡമീബ പറഞ്ഞു അത് എൻഡമീബ ഈസ് എ മോണോജനറ്റിക് പാരസൈറ്റ് എന്ന് പറഞ്ഞു. ബട്ട് യു നോ ട്രിപ്പനോസോമ ഈസ് എ ട്രൈജനറ്റിക് പാരസൈറ്റ്. എന്താണ് ഡൈജനറ്റിക്, ട്രൈ അല്ല, ഡൈജനറ്റിക് പാരസൈറ്റ്. അപ്പോൾ മോണോജനറ്റിക് നമ്മൾ അന്ന് പറയുകയുണ്ട്, അത് എൻഡമീബയാണ്. ഇനി ഇത് ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് പറയാൻ കാരണം ഫോർ കംപ്ലീറ്റിംഗ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ട്രിപ്പനോസോമ ഇറ്റ് ടീസ് 2 ഹോസ്റ്റ്, 2 ഹോസ്റ്റിന് ആവശ്യമുണ്ട്. ഒന്ന് മാൻ തന്നെയാണ്, 2 നമ്മൾ പറഞ്ഞു CC ഫ്ലൈ ആണ്. ഓർക്കുക, അതുകൊണ്ടാണ് ഇതിനെ ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് പറയാം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ റിസർവോയർ ഹോസ്റ്റ് ഉണ്ട്. എന്താണ് റിസർവോയർ ഹോസ്റ്റ്? ഇത് നമുക്കറിയാം മാൻ, ഇത് വെക്ടറാണ്. ഇനി റിസർവോയർ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആൻറ്റിലോപ്സ്, പിഗ്സ്, കാറ്റിൽ. ആൻറ്റിലോപ്സിൻ്റെ ഉറുമ്പാണ്, പിഗ്സ് പന്നികളാണ്, പിന്നെ കാറ്റിൽസ് കന്നുകാലികൾ. ഇതെന്താണ് ഈ റിസർവോയർ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓർക്കുക, അതും വെക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേ ട്രാൻസ്മിറ്റ് ട്രിപ്പനോസോമ, അപ്പോൾ അല്ലെങ്കിൽ ഡിസീസസ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളാണ് വെക്ടേഴ്സ്. എന്നാൽ ഇവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇവർക്ക് ട്രിപ്പനോസോമ ഇവരുടെ ബോഡിയിലുണ്ടെന്ന് വിചാരിച്ച് ഇവർക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല. പക്ഷേ അവർ റിസർവോയർ എന്ന് പറയുമ്പോൾ സംഭരണി എന്നാണ്. അപ്പം അവരുടെ ബോഡിയിൽ അത് ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവരെ റിസർവോയർ ഹോസ്റ്റ് എന്ന് വിളിക്കുക. ഓർക്കുക, അപ്പോൾ ഇത് ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്, ബിക്കോസ് ഇറ്റ് നീഡ്സ് 2 ഹോസ്റ്റ്. അതൊക്കെയാണ് മാൻ ആൻഡ് CC ഫ്ലൈ. ഓർക്കുക, അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പൂർണ്ണമാകുന്നത് 2 ഓർഗാനിസത്തിലൂടെയാണ്. ഒന്ന് വെർട്ടിബ്രേറ്റ് ഹോസ്റ്റായ മാൻ, അടുത്തത് ഇൻവെർട്ടിബ്രേറ്റ് ഹോസ്റ്റായ CC ഫ്ലൈ. അപ്പം ലൈഫ് സൈക്കിൾ തുടങ്ങുന്നത് വെൻ an insect bites a man. അപ്പോൾ ഒരു ഇൻസെക്റ്റ് മനുഷ്യനെ കടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും മെറ്റാസൈക്ലിക് ഫോം, ഇത് പോളിമോർഫിക് എന്ന് പറയും. ഓർക്കുക, ട്രിപ്പനോസോമ is a polymorphic form because in the life cycle it exists in different forms. പല ഫോമിൽ ഇത് കാണപ്പെടും. അതുകൊണ്ട് ഇതിനെ നമുക്ക് പോളിമോർഫിക് എന്ന് പറയാം. അപ്പോൾ ഇൻസെക്റ്റ് അല്ലെങ്കിൽ ഈ CC ഫ്ലൈ മനുഷ്യനെ കടിക്കുമ്പോൾ ആ CC ഫ്ലൈയുടെ സലൈവറി ഗ്ലാൻഡിൽ അല്ലെങ്കിൽ സലൈവ, ഉമിനീരിലുള്ള ആ ഫോം, ഇതിൻ്റെ ഇൻഫെക്ഷ്യസ് ഫോം എന്ന് പറഞ്ഞാൽ ട്രിപ്പനോസോമയുടെ ഇത് മെറ്റാസൈക്ലിക് ഫോമാണ്. ആ മെറ്റാസൈക്ലിക് ഫോം ഇൻ ബ്ലഡ് ഓഫ് മാൻ, ഓർക്കുക, സ്മാൾ മെറ്റാസൈക്ലിക് ഫോം അത് മനുഷ്യൻ്റെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് വരും. ഓർക്കുക, അപ്പം വരുമ്പോഴത്തേക്ക് അവിടെ റെഡ് കളറും ഇച്ചിങ്ങും ചൊറിച്ചിലും ഒക്കെ നമുക്ക് അനുഭവപ്പെടാം. ആ മെറ്റാസൈക്ലിക് ഫോം ബ്ലഡിൽ വെച്ച് അത് ലോങ് സ്ലെൻഡർ ഫോമായി മാറും. അപ്പോൾ ഇത് സ്മാൾ മെറ്റാസൈക്ലിക് ഫോമാണിത്, ട്രിപ്പനോസോമ. അത് മനുഷ്യൻ്റെ ബ്ലഡിൽ വരുമ്പോഴത്തേക്ക് അത് ലോങ്, നീളം കൂടിയതും സ്ലെൻഡർ എന്ന് വെച്ചാൽ കനം കുറഞ്ഞതുമായ ഫോമായി മാറും. ഇതാണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ്. അതെവിടെയാണ് നിലനിൽക്കുക? ഇൻ ബ്ലഡ് പ്ലാസ്മയിൽ. ഇനി ഇൻ ദ ബ്ലഡ് പ്ലാസ്മ ഇറ്റ് അണ്ടർഗോസ് ബൈനറി ഫിഷൻ. ഈ ലോങ് സ്ലെൻഡർ ഫോമിന് ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിവിഭജനം സംഭവിക്കും. അങ്ങനെ അതിൽ നിന്നും ധാരാളം ഫോംസ് ഉണ്ടാകും. അതിനെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫോംസ് എന്ന് പറയാം. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫോംസ് ആണ് നമ്മുടെ ബോഡിയിലെ പല ഓർഗാൻസിലൂടെയൊക്കെ വ്യാപിക്കുകയും അത് നമ്മുടെ ബ്രെയിനിൽ ചെല്ലുകയും ചെയ്യും. അങ്ങനെ ഇതുണ്ടാക്കുന്ന രോഗമാണ് സ്ലീപ്പിംഗ് സിക്നെസ് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഇത് കൂടുതലായി കാണുന്നതുകൊണ്ട് അതിനെ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നെസ് എന്ന് പറയും, ഉറങ്ങുന്ന രോഗം. അപ്പോൾ ഇതുണ്ടാക്കുന്ന രോഗമാണ് സ്ലീപ്പിംഗ് സിക്നെസ്. ഓർക്കുക. അപ്പം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബ്രെയിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉറക്കം ഉണ്ടാവുക. അങ്ങനെയാണ് ഉറങ്ങുന്ന രോഗം എന്ന പേര് വന്നിരിക്കുന്നത്.
അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫോം കുറച്ച് ഷോർട്ട് സ്റ്റംപി ഫോമായി മാറാം. അപ്പോൾ കൂടുതലായിട്ട് ഇൻഫെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ വരിക. അതോടൊപ്പം തന്നെ ഈ ഇൻ്റർമീഡിയറ്റ് ഫോം മേ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ഷോർട്ട് സ്റ്റംപി ഫോം എന്ന് വെച്ചാൽ അത് കുറുകിയ ഫോമായി മാറും. ആ കുറുകിയ ഫോം ഓർക്കുക, സ്റ്റംപി ഫോം ഇൻ ദ ഗട്ട് ടു ഫ്ലൈ ചേഞ്ചസ് ടു, അത് ഇപ്പം ഈ ഈച്ച കടിക്കാനിടയാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ബാധിച്ച അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് പേഴ്സണ് ഈ സിസി ഫ്ലൈ കടിക്കാനിടയായി കഴിഞ്ഞാൽ ആ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്നും ഈ ഷോർട്ട് സ്റ്റംപി ഫോം ഓർക്കുക ഫ്ലൈയുടെ മിഡ് ഗട്ടിൽ വരും. അതാണ് സ്റ്റംപി ഫോം ഇൻ ദ മിഡ് ഗട്ട് ടു ഫ്ലൈ ചേഞ്ചസ്. അവിടെ വന്ന ആ സ്റ്റംപി ഫോം വീണ്ടും സ്ലെൻഡർ ഫോമായി മാറും, ഓർക്കുക. അപ്പം മനുഷ്യൻ്റെ ഇത് ഇൻഫെക്റ്റഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ബ്ലഡിൽ ഈ ഷോർട്ട് സ്റ്റംപി ഫോം ഉണ്ടാകാം. അപ്പോൾ ഇൻസെക്റ്റ് മനുഷ്യനെ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ദാറ്റ് ഫോം എൻറ്റേഴ്സ് ഇൻ ടു ദ ബോഡി ഓഫ്, ഇപ്പം കടിക്കുക എന്ന് പറയുമ്പോൾ അത് മിഡ് ഗട്ട് എന്ന് പറയുമ്പം നമ്മുടെ എലിമെൻ്ററി കനാലിൻ്റെ നടുക്കുള്ള ഭാഗത്തെയാണ് നമ്മൾ ഫോർ ഗട്ട്, മിഡ് ഗട്ട്, ഹൈൻ ഗട്ട് എന്നൊക്കെയാണ്. ഗട്ടെന്ന് വെച്ചാൽ എലിമെൻ്ററി കനാൽ. അപ്പം മിഡ് ഗട്ടിൽ വരുന്നു, ഷോർട്ട് സ്റ്റംപി ഫോം അവിടെ വരുന്നു. എന്നിട്ട് ആ ഷോർട്ട് സ്റ്റംപി ഫോം മിഡ് ഗട്ടിൽ വെച്ച് അത് ലോങ് സിലിണ്ടർ ഫോമായി മാറും. സ്റ്റംപി ഫോം ഇൻ ദ മിഡ് ഗട്ട് ടു ഫ്ലൈ ചേഞ്ചസ് ടു ലോങ് സിലിണ്ടർ ഫോം. അപ്പോൾ ഈ സ്റ്റംപി ഫോം ലോങ് സിലിണ്ടർ ഫോമായി മാറി, ഓർക്കുക. എവിടെ വെച്ചാണ് മിഡ് ഗട്ട്. ഇനി ലോങ് സിലിണ്ടർ ഫോമിന് വീണ്ടും ഇവിടെ വെച്ച് ഡിവിഷൻ നടക്കും, ബൈനറി ഡിവിഷൻ. അങ്ങനെ അടുത്ത ഫോമായി മാറും, അതാണ് ക്രൈത്തീഡിയൽ ഫോം. ഓർക്കുക, ക്രൈത്തീഡിയൽ ഫോമായി, അത് ഷോർട്ട് ഫോമാണ് ക്രൈത്തീഡിയൽ ഫോം. ഇനി ആ ക്രൈത്തീഡിയൽ ഫോം ആകുമ്പോഴത്തേക്ക് അത് എവിടെ വരും? ഫോംസ് ഇൻ സലൈവറി ഗ്ലാൻഡ്, സലൈവറി ഉമിനീർ ഗ്രന്ഥികളിലേക്ക് വരും, ഓർക്കുക. അവിടെ വെച്ച് ഈ ക്രൈത്തീഡിയൽ ഫോമിന് വീണ്ടും ഡിവിഷൻ നടക്കും. ക്രൈത്തീരിയൽ ഫോം അണ്ടർഗോസ് ഡിവിഷൻ. ഇത് ഏകദേശം 15th ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് ക്രൈത്തീരിയൽ ഫോം ആകും, അത് വീണ്ടും ഡിവൈഡ് ചെയ്യും. ഏകദേശം 13th ഡേ ആകുമ്പോഴത്തേക്ക് അതിൽ നിന്നും സ്മാൾ മെറ്റാസൈസ്, ഇതെവിടെയാണ്? ഫോംസ് ഇൻ സലൈവറി ഗ്ലാൻഡാണ്. അപ്പോൾ സലൈവറി ഗ്ലാൻഡിൽ അപ്പോൾ സ്മാൾ മെറ്റാസൈക്ലിക് ഫോം ധാരാളം ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് ഈ ഫ്ലൈ മനുഷ്യനെ കടിക്കാനിടയായാൽ നോർമലി സ്മാൾ മെറ്റാസൈക്ലിക് ഫോം they may enter into the blood of man. അത് മനുഷ്യൻ്റെ ബ്ലഡിലേക്ക് വ്യാപിക്കും. ഓക്കെ, അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടക്കും. ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ട്രിപ്നോസോമ. അപ്പോൾ ഇത് ബ്ലഡ് പ്ലാസ്മ അല്ലെങ്കിൽ മാൻ, അതേപോലെ ഇത് സിസി ഫ്ലൈ, ഓർക്കുക. ഇനി ഇതിൻ്റെ പാത്തനോജെനിസിറ്റിയാണ്, ഓർക്കുക. നമ്മളിപ്പോൾ പറഞ്ഞു ഇതുണ്ടാക്കുന്ന രോഗമാണ് സ്ലീപ്പിംഗ് സിക്നെസ്, ഓർക്കുക. അപ്പം മനുഷ്യനിൽ ഇത് ബാധിക്കുകയാണെങ്കിൽ അതിന് ഡിവിഷൻ നടന്നതിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഇത് അവയവങ്ങളിലൂടെ ബാധിച്ച് അവസാനം അത് ബ്രെയിനിൽ ചെല്ലും. ബ്രെയിനിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ സ്ലീപ്പിംഗ് സിക്നെസ് എന്ന രോഗം ബാധിക്കുക. അപ്പോൾ ഇതിൻ്റെ പാത്തനോജെനിസിറ്റി കാസസ് സ്ലീപ്പിംഗ് സിക്നെസ്, ഉറങ്ങുന്ന രോഗമെന്ന് പറയും. ഇത് സാധാരണ ആഫ്രിക്കയിൽ കൂടുതൽ കാണുന്നുണ്ട്, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നെസ് എന്നും പറയും. ഇനി വാട്ട് ആർ ദ സിംറ്റംസ്? ഇതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിംറ്റംസ്: ഒന്ന്, ഇച്ചിങ്, ചൊറിച്ചിൽ, ആൻഡ് റെഡനിങ് അറ്റ് ദ പ്ലേസ് ഓഫ് ബൈറ്റ് ഓഫ് സിസി ഫ്ലൈ, ഓർക്കുക. അപ്പോൾ ഈ ഈച്ച കടിക്കുന്ന ഭാഗത്ത് നമുക്ക് ചൊറിച്ചിലും അതേപോലെ ചുവപ്പ് നിറമുണ്ട്, അതാണ് റെഡനിങ് എന്ന് പറയുക. ഓക്കെ. സെക്കൻഡ്, ഹെഡേക്ക്, തലവേദന ഉണ്ടാകാം. തേർഡ്, അനീമിയ, വിളർച്ച, ക്ഷീണം. ഫോർത്ത്, ഫീവർ, പനി ഉണ്ടാകാം. അൾട്ടിമേറ്റ്ലി അൺകോൺഷ്യസ് ആൻഡ് മേ ലീഡ്സ് ടു ഡെത്ത്, അങ്ങനെ സംഭവിക്കാം. അബോധാവസ്ഥയാവുകയും ഡെത്തിലേക്ക് വരികയും ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രോഫിലാക്റ്റിക് മെഷേഴ്സ് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? ഇപ്പം നോർമലി വെക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ സാനിറ്റേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഇൻസെക്ടിസൈഡൊക്കെ നമുക്ക് അതിന് ഉപയോഗിക്കാം.
ഇനി അതല്ല, ഇനി ഇത് വരികയാണെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ഓർക്കുക. ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് ജർമാനിൻ or suramin, then pentamidine, or iomidine, or melarsen, etc. അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇതാണ്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാം. ഓർക്കുക, ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് ജർമാനിൻ, സുരാമിൻ, പെൻഡാമിഡിൻ, അയോമിഡിൻ, ദെൻ മെലാർസൻ, എക്സെട്ര. അപ്പം നമ്മൾ ഓർക്കുക, അനിമൽ ഡൈബേഴ്സിൽ ട്രിപ്നോസോമ ഗാംബിയൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് പ്ലാസ്മോഡിയം വിവാക്സ് ആണ്. അപ്പോൾ ഇത് പ്ലാസ്മോഡിയം വിവാക്സും കൂടെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് അനുസരിച്ച് ചോദ്യം, പിന്നെ വരാൻ സാധ്യതയുള്ളതും നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുന്നതും നേരത്തെയുള്ള പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായി ചോദിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് അടുത്തത് പ്ലാസ്മോഡിയം വിവാക്സോട് എടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.